ഹേ ബട്ടീസ്, വെൽക്കം ടു മൂവി മലയാളി. നമ്മൾ ഇന്ന് ഗസ് ഹു ഐ ആം എന്ന ഡ്രാമയുടെ 17ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിലാണെങ്കിൽ നമ്മുടെ പിള്ളേരെല്ലാവരും കൂടി ഇങ്ങനെ അവർ സെർച്ച് ചെയ്ത് ആകെ മടുത്തിരിക്കുകയാണ്. എന്തോരം വെഹിക്കിളായി റെന്റിന് പോകുന്നത് അതൊക്കെ നോക്കി, പക്ഷെ എന്താ ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്നിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഷെൻ നോക്കുമ്പോൾ എന്താ അവരെ തട്ടിക്കൊണ്ടുപോയ അതേ സെയിം ആയിട്ടുള്ള ഒരു വണ്ടി അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പത്തേക്കുള്ള ഓടിപ്പോയിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ഫോട്ടോയിൽ നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആ വണ്ടി തന്നെ ഒരു സ്റ്റിക്കർ ഇങ്ങനെ സൈഡിലായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ അത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഓണറിൻ്റെ ഇത് ഡീറ്റെയിൽസും വാങ്ങിച്ച് നമ്മുടെ കണ്ണാടി ചെറുക്കൻ്റെ ഹാക്കിംഗ് വഴി അത് എവിടെയൊക്കെ പോയി എന്നുള്ള ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്തിട്ട് ആ കണ്ടെയ്നേഴ്സിൻ്റെ അടുത്ത് എത്തുകയാണ്. അവിടെ എത്തി 4 പേരും അന്തം വിടുകയാണ്. കാരണം എന്താ, അത്രത്തോളം കണ്ടെയ്നേഴ്സ് അല്ലേ അവിടെ ഉള്ളത്, എങ്ങനെ ഇവരെ കണ്ടുപിടിക്കുന്നതായി. എന്നിട്ട് ഇവരിങ്ങനെ നിന്നോണ്ടിരിക്കുമ്പോഴത്തേക്കും കുറെ ബൈക്കുകൾ അങ്ങോട്ട് വരികയാണ്. ആരാ, നമ്മുടെ അനിയൻകുട്ടൻ. അവനും അവന്റെ ഫ്രണ്ട്സും വന്നിട്ട് പറയും, എൻ്റെ ഏഞ്ചലിനെ ഞാനല്ലേ കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പെട്ടെന്ന് തന്നെ എത്തിയതെന്ന് പറഞ്ഞിട്ട് എല്ലാരെയും ഓരോ സ്ഥലത്തേക്ക് വിട്ടിട്ട് അവരിങ്ങനെ അന്വേഷണം തുടങ്ങും. ഇതേ സമയം ജിയും സോങ്ങും കൂടി കിടക്കുമായിരിക്കും. ഇങ്ങനെ സൗണ്ടൊക്കെ കേട്ടിട്ട് അവനിങ്ങനെ എണീക്കും. എന്നിട്ട് പറയാം അവർ വന്നു എന്ന്. പക്ഷെ സോങ്ങനാണെങ്കിൽ എണീക്കാൻ പോലും വയ്യ. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ പോയിട്ടാണെങ്കിൽ ഇങ്ങനെ കുറെ തട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ കേൾക്കാൻ ഇത്രയും കണ്ടിന്യൂസില് നമ്മുടെ പിള്ളേരാണെങ്കിലോ വേറെ ഓരോ സൈഡാണ് കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരാണെങ്കിലോ സോങ് ജി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിലും തട്ടി ഇങ്ങനെ കാതോർത്ത് വെച്ചോണ്ട് ഓരോന്ന് ചെയ്യുന്നത്. ഇനി തട്ടിയിട്ടൊന്നും ഒരു പ്രയോജനം ഇല്ല എന്നറിയാൻ നമ്മുടെ ജി ആണെങ്കിൽ അവന്റെ കോട്ടെടുത്ത് ആ വെട്ടത്തിന് നേരെ അഴിച്ചിടുകയാണ്. എന്നിട്ട് അവന്റെ വാച്ച് പൊട്ടിച്ച് ആ സൂര്യപ്രകാശത്തിന് നേരെ പിടിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ ആ ചൂട് തട്ടി കോട്ട് അങ്ങ് തീ പിടിക്കുകയാണ്. അത് കണ്ട് നമ്മുടെ ചെറുക്കനെ ആകെ ടെൻസ്ഡ് ആവാണ്. അവൻ അപ്പം തന്നെ ഇങ്ങനെ പോയി നമ്മുടെ സോങ്ങിന്റെ മടിയിലേക്ക് അങ്ങ് വീഴുകയാണ്. അവളപ്പത്തേക്ക് ഇങ്ങനെ എഴുന്നേക്കിട്ട് നോക്കുമ്പോ എന്നെ മൊത്തം തീയാണ്. അവൾ എന്നിട്ട് നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനാണെങ്കിലോ ഒരു ബോധം പോലും ഇല്ല. എന്നിട്ട് അവൾ ഇങ്ങനെ തീ ഇങ്ങനെ പടർന്നു പോവല്ലേ. അപ്പത്തേക്കും എന്നാ പുക മൊത്തം അതിന് നിറയാണ്. ചുമച്ച് ആകെ അവശയാവാണ് അവള്. അതിനിടയ്ക്ക് ഈ പുകയാണെങ്കിൽ ആ വിടവിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതേ ടൈം ആ കില്ലറും സോങ്ങിനെയും ജീനെയും തപ്പി നടക്കുകയാണ്. അവനും ഇങ്ങനെ ഓരോന്നിലെ തട്ടി നോക്കുന്നുണ്ട്. അങ്ങനെ അവൻ ദൂരേന്ന് കാണുകയാണ് ഒരു കണ്ടെയ്നറിൽ നിന്നും പുക വരുന്നത്. അയാൾ എന്നിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ജി അങ്ങനെ കാണുകയാണ്. അപ്പൊ അവൻ ഇങ്ങനെ അവരെ തെരഞ്ഞോട്ട് നടക്കാതെന്ന് മനസ്സിലാക്കി നമ്മുടെ കില്ലറാണെങ്കിൽ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കോളിൽ ഇങ്ങനെ പറയുകയാണ്, അവിടെ എന്തോ പ്രശ്നം നടക്കുന്നതാണ് കേട്ടതെന്നൊക്കെ പറയും. അപ്പത്തേക്കും ജിയാങ്കാണെങ്കിൽ അങ്ങോട്ട് പോവാൻ വേണ്ടി എല്ലാവരോടും പറഞ്ഞ് അങ്ങോട്ട് ഓടുകയാണ്. ഇതേ സമയം നമ്മുടെ അനിയൻകുട്ടന്റെ പിള്ളേരാണെങ്കിലോ ഡ്രോണൊക്കെ പറത്തിയിരുന്നു. അവര് പറഞ്ഞ പ്രകാരം ആ പുക കണ്ട സ്ഥലത്തേക്ക് നമ്മുടെ അനിയൻകുട്ടനാണെങ്കിൽ നല്ല ചീറിപ്പാഞ്ഞു പോവുകയാണ് ബൈക്കിൽ. കില്ലറാണെങ്കിലോ ഒരു കത്തിയൊക്കെ എടുത്ത് ആ കണ്ടെയ്നറിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും പേടിച്ചു. ആ കണ്ടെയ്നർ തുറന്ന് അയാളാണെങ്കിൽ രണ്ടിനെയും കൊല്ലുന്നൊക്കെ. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മുടെ അനിയൻകുട്ടൻ വന്നിട്ട് അവരെ രക്ഷിക്കുകയാണ്. നമ്മുടെ അനിയൻകുട്ടനെ എന്തൊക്കെ കാണിച്ചാലും എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോഴേക്കും 2 പേരുടെയും ബോധം പോയിരുന്നു. പിന്നെ ഹോസ്പിറ്റലാണെങ്കിൽ വെവ്വേറെ റൂമിലാണ് അവരെ കിടത്തിയിരുന്നത്. സോങ്ങിന് ബോധം വന്നതും അവൾ എഴുന്നേക്കാണ്. നോക്കും എന്താ ജീനെ കാണാനല്ല. അവള് ചെരുപ്പിടാതെ ഓടി അവന്റെ റൂമിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ടോ അവന് കുഴപ്പമില്ലാന്ന് അറിയുമ്പോഴത്തേക്ക് അവൾക്ക് ആശ്വാസമാകുകയാണ്. എന്നിട്ട് കാലാണെങ്കിൽ ഭയങ്കര തണുപ്പാവാണ്. ചെരുപ്പിടാതല്ലേ ഓടി വന്നത്, പാവം. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ചെക്കനാണെങ്കിൽ അവളെ ഇങ്ങനെ കട്ടിലിരുത്തിയിട്ട് ഇങ്ങനെ ചെരുപ്പിട്ട് കൊടുക്കുന്നു. ഇതേ സമയം നമ്മുടെ അനിയൻകുട്ടൻ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരികയാണ് ഇവരെ കാണാൻ വേണ്ടിയിട്ട്. ഒരു കുശുമ്പോ ഒന്നുമില്ലാതെ പാവം തോന്നുന്നില്ല ഇങ്ങനെ കാണുമ്പോൾ. അവൻ എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ചെയർമാൻ വരുന്നത്. അപ്പത്തേക്ക് സോങ് ആണെങ്കിൽ അനിയൻകുട്ടനെ വിളിച്ചിട്ട് പുറത്തിറങ്ങാണ്. എന്തേലും മോനും അച്ഛനും സംസാരിക്കട്ടെ എന്നോർത്ത്. ചെയർമാനാണെങ്കിലോ എന്നത്തെക്കാളും ഭയങ്കര സ്നേഹമായിട്ടാണ് അവനോട് സംസാരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിലോ സോങ്ങും നമ്മുടെ അനിയൻകുട്ടനും കൂടി അവിടുത്തെ താഴെയുള്ള ഒരു പാർക്ക് പോലത്തെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവളാണെങ്കിൽ ഇങ്ങനെ ചോദിക്കും, നിനക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണോ എന്ന്. അതിന് മറുപടി ആയിട്ട് അവൻ പറയുന്നു, അതെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറയും. എന്നിട്ട് അവളാണെങ്കിൽ സ്പെക്സ് എടുത്ത് വെക്കുകയാണ്. ഇപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമാണോ ചോദിക്കുമ്പോഴത്തേക്കും അനിയൻകുട്ടൻ ആകെ ഷോക്കാവാണ്. കാരണം എന്താ, നേരത്തെ കണ്ട പെണ്ണല്ല ഇവള്.
അവൻ എന്നിട്ട് സ്പെക്സ് ഊരാൻ പറയുമ്പോഴത്തേക്കും അവൾ ഊരുമ്പോ എന്താ പണ്ടത്തെ പോലെ തന്നെ അതേ ഏഞ്ചലായിട്ട് മാറുകയാണ്. പിന്നെ അവള് പിന്നെയും വെക്കുമ്പോഴത്തേക്കും ഇതേ പിന്നെയും സാധാരണ നോർമൽ ഗേൾ ആവുന്നു. അപ്പൊ ഇവൻ ആകെ കൺഫ്യൂഷനായി, എന്തെങ്ങനെ എനിക്ക് എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചുറ്റും നോക്കുകയാണ്. നീ ശരിക്കും ആരെ, നീ എവിടുന്നാ വന്നത്, നീ എന്തിനാ എന്നെ ഇങ്ങനെ കുഴപ്പിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു 100 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ജി ആണെങ്കിൽ ചെയർമാനെ പറഞ്ഞിട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ടാണെങ്കിൽ ജിങ്കി വരികയാണ്. അവളിങ്ങനെ വന്നിട്ട് അവളെ കണ്ടു പോയാൽ പോരെ. പക്ഷെ അവളാണെങ്കിലോ നമ്മുടെ സോങ്ങിന്റെ കുറ്റം പിന്നെ അങ്ങ് പറയുകയാണ്. നമ്മുടെ ജിക്ക് ദേഷ്യം വരികയാണ്. അവൻ പറയും, നീ മേലെ ഇനി എൻ്റെ വൈഫിനെ കുറിച്ച് ഒരു കുറ്റം പോലും പറയരുത്, എന്നാൽ ഞാൻ നിന്നെ ഒന്ന് കാണാൻ പോലും അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുകയാണ്. നമ്മുടെ ജിങ്കി പാവം അവളാണെങ്കിൽ അവിടെ നിന്ന് അപ്പം തന്നെ പോവുകയാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ സോങ്ങിന്റെ റൂമിലോട്ട് പോകുമ്പോ അവിടെ സോങ് ഇല്ല. എന്നിട്ട് ആ വിൻഡോ സൈഡിലൂടെ ഇങ്ങനെ നോക്കുമ്പോ നമ്മുടെ അനിയൻകുട്ടൻ്റെ കൂടെ ഇരിക്കുന്നത് കാണണം. അവൻ അപ്പം തന്നെ അങ്ങോട്ട് ചെല്ലുന്നു. അതേസമയം താഴെയാണെങ്കിലോ അനിയൻകുട്ടനോട് ഇവളെ എല്ലാ സത്യങ്ങളും പറയുകയാണ്. എന്നിട്ട് പറയും, ഇത് സീക്രട്ട് ആയിട്ട് വെക്കണം, എനിക്ക് നിന്നെ വിശ്വാസമാണെന്നൊക്കെ. അപ്പോഴത്തേക്ക് ഇവൻ അതേന്നൊക്കെ പറയും. എന്നിട്ട് അവളെ എഴുന്നേറ്റ് പോവുകയാണ്. ഇവൻ ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുമ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജി അടുത്തുണ്ട്. പെട്ടെന്ന് കണ്ടപ്പോഴേക്കും അവൻ അങ്ങ് പേടിച്ചു പോവുകയാണ്. നമ്മുടെ ജി ആണെങ്കിലോ സോങ്ങും അനിയൻകുട്ടനും നല്ല ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടതുകൊണ്ട് പെട്ടെന്ന് വന്നതാണ്. പക്ഷെ അവൻ അതൊന്നും പറയാതെ നമ്മുടെ അനിയൻകുട്ടനോട് താങ്ക്സ് പറയാണ് രക്ഷിച്ചതിന്. എന്നിട്ട് കൈ കൊടുക്കുമ്പോഴത്തേക്കും തിരിച്ചിവൻ കൈ കൊടുക്കുന്നില്ല. പിന്നെ എന്തെങ്കിലും ആകട്ടെ എന്ന് ഓർത്തിട്ടാണെങ്കിൽ ഇങ്ങനെ കയ്യിലോട്ട് അടിക്കുകയാണ്. ആ സമയത്ത് തന്നെ സോങ് വരുന്നത് കണ്ട് നമ്മുടെ ജി ആണെങ്കിൽ ആക്ട് ചെയ്യണം, എൻ്റെ കൈ വേദനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് സോങ് ഓടി വന്നിട്ട് നമ്മുടെ അനിയൻകുട്ടൻ ചീത്ത പറഞ്ഞിട്ട് അവനെയും കൂട്ടി പോവുകയാണ്. ഇത് കണ്ട് നമ്മുടെ ചക്കൻ വിചാരിക്കും, ഞാനിപ്പോൾ എന്താ കാണിച്ചേ, ഇവൻ ഇപ്പം എന്തിന് ഇങ്ങനെയൊക്കെ എന്നോട് കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ നിൽക്കും. എന്നിട്ട് ആറ്റിറ്റ്യൂഡ് കാണിക്കാനായിട്ട് നമ്മുടെ ചെക്കനാണെങ്കിലോ അവൾ തോളത്ത് കൈയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇത് കണ്ട് നമ്മുടെ അനിയൻകുട്ടന് സഹിക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, സഹിച്ചല്ലേ പറ്റുള്ളൂ. എന്നിട്ട് റൂമിൽ വന്ന ജി ആണെങ്കിലോ അവളുടെ റൂമിലോട്ട് വിടുന്നേ ഇല്ല. എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്തിട്ട് പോകല, എനിക്ക് ബോറടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവള് പിന്നെയും പോവാൻ നിൽക്കുകയാണ്. എന്നിട്ട് പറയും, എനിക്ക് ഇങ്ങനെ തലവേദനിക്കുന്നുണ്ട്, എനിക്ക് തല ഒന്ന് മസാജ് ചെയ്താന്ന് പറയുന്നുണ്ട്. നമ്മുടെ സോങ്ങിന് മനസ്സിലായി ഇവൻ ഇങ്ങനെ ട്രിക്ക് എടുക്കാന്ന്. അവൾ എന്നിട്ട് മറുത്തൊന്നും പറയാതെ അവനെ മടിയിലിട്ട് കിടത്തിയിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്ക് അവളിങ്ങനെ ഉറങ്ങിപ്പോവുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നതോ അങ്കിളിന്റെയും ചെയർമാന്റെ സെക്കൻഡ് വൈഫിനെയാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കവേ നമ്മുടെ അങ്കിളിന് ഒരു കോൾ വരികയാണ്. ഒരു ഡോക്ടറാണ് വിളിക്കുന്നത്. അതായത് നമ്മുടെ ജീന്റെ ആണെങ്കിൽ ഈ ഫയർ പേടിയുള്ള കാര്യമാണെങ്കിൽ അങ്കിളിനോട് പറയുകയാണ്. അപ്പൊ അങ്കിളാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ഇനി എന്തൊക്കെ നടക്കുമോ എന്തോ, നമ്മുടെ പാവം സോങ്ങിന് ജീനിട്ട് വേദനിപ്പിക്കാൻ പോവാണ് ഈ ദുഷ്ടൻ. ഇതേ സമയം ഓഫീസിലാണെങ്കിലോ നമ്മുടെ ജിയും സിയും കൂടി സംസാരിക്കുകയാണ് കഴിഞ്ഞ സംഭവത്തെ കുറിച്ചൊക്കെ. ഇവർക്ക് ആദ്യം ഡൗട്ട് ഉള്ളത് കാങ്ങിനെയായിരുന്നു. പക്ഷെ അവളുടെ മരണത്തോടുകൂടി ഇവരാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കി ഇതിന് പിന്നിൽ വേറെ ആരുടെയോ കൈകളാണെന്ന്. അപ്പോൾ അങ്ങോട്ട് ഒരു സ്റ്റാഫ് വന്നിട്ട് ജിക്ക് ഒരു കാർഡ് കൊടുക്കുകയാണ്. അതിലെന്തെന്ന് വെച്ചാൽ നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, ആ പ്രോഗ്രാമിനാണെങ്കിൽ ഇവന്റെ പൊസിഷൻ കൈമാറുകയാണ്. അപ്പോൾ അതിനു വേണ്ടി വരണമെന്ന് പറഞ്ഞിട്ടാണ് ഇത്. അങ്ങനെ ആ മീറ്റിംഗ് അവിടെ നടക്കുകയാണ്. അന്നാണെങ്കിൽ എല്ലാവരും വന്നിട്ടുണ്ട്. എന്നിട്ട് അവരിങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ജീനെ ആണെങ്കിൽ നന്നായിട്ട് പൊക്കി അടിച്ച് ചെയർമാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവനിങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. പക്ഷെ നമ്മുടെ അങ്കിളിനാണെങ്കിൽ തൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ആ പൊസിഷൻ കൈമാറേണ്ട ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ സ്റ്റേജിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു തീ കൊണ്ടുള്ള ഒരു സംഭവം ഇങ്ങനെ കത്തിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജിക്കാണെങ്കിൽ തീ പേടിയായതുകൊണ്ട് അങ്കിളാണെങ്കിൽ പറയുകയാണ് ചെയർമാനോട് എന്തായാലും ഇവനെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും തന്നെ സന്തോഷത്തോടെ കൂടെ നമ്മുടെ ചെയർമാൻ കൊണ്ടുപോകണം. കാരണം നമ്മുടെ ചെയർമാൻ അറിയില്ലല്ലോ ഇവന് തീ ഇങ്ങനെ പേടിയാണെന്ന്. നമ്മുടെ സോങ് ഇങ്ങനെ പിടിക്കുന്നുണ്ട് കയ്യിൽ, ജി പോവണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പക്ഷെ അവൻ ഒന്നും ചെയ്യാനില്ല, ഞാൻ എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് അവൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് പോവുകയാണ്. എന്നിട്ട് 2 പെണ്ണുങ്ങൾ വന്നിട്ടാണെങ്കിൽ ആ തീ നമ്മുടെ ചെയർമാനും വേറെ ഒന്ന് നമ്മുടെ ജിക്കും കൊടുക്കുകയാണ്. അവൻ കുറെ നേരം സ്വയം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ഒട്ടും പറ്റുന്നില്ല. പഴയ കാര്യങ്ങൾ അവന്റെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അവന് പറ്റില്ല എന്ന് തോന്നുമ്പോഴത്തേക്കും നമ്മുടെ പെണ്ണാണെങ്കിൽ കറക്റ്റ് ടൈമിൽ വന്ന് അവന്റെ കയ്യിലോട്ട് പിടിക്കുകയാണ്, സപ്പോർട്ട് പോലെ. അത് നല്ലൊരു സീനാട്ടോ, ഭയങ്കര ഒരു നമുക്ക് എന്താ പറയാ ഇഷ്ടം തോന്നുന്നൊരു സീനത്. ഈ ടൈം അവിടെ കൂടിയവരെല്ലാരും കൂടി ഇങ്ങനെ നോക്കുകയാണ് എന്താ ഇപ്പം ഉണ്ടായെന്ന് ഓർത്തിട്ട്. നമ്മുടെ അങ്കിളിനാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, പ്ലാൻ ചെയ്ത പോലെയൊന്നും ഉണ്ടായില്ലല്ലോ. പക്ഷെ നമ്മുടെ പെണ്ണാണെങ്കിൽ അവന്റെ കൈയും പിടിച്ച് ചെയർമാനും കൂടി അത് കത്തിക്കുകയാണ്. അങ്ങനെ ആ പ്രോഗ്രാം അവിടെ തീരുകയാണ്. നമ്മുടെ പെണ്ണാണ് ഇവന്റെ സ്ട്രെങ്ത് എല്ലാതും. കാരണം നമുക്ക് എത്രത്തോളം ഒരു സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒരാൾ കൂടെ നിൽക്കുമ്പോൾ അത് അത്രയും സപ്പോർട്ടായിരിക്കും നമുക്ക്.
അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് ജിയും സോങ്ങും പോവുകയാണ്. ആ ടൈമിലാണെങ്കിൽ അങ്കിൾ അങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ ഒരു സിഗരറ്റ് ഒക്കെ കത്തിച്ച് അവനെ പേടിപ്പിക്കുകയല്ല, കാരണം അവനെ സ്ട്രെസ് ആക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സോങ് ആണെങ്കിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. അങ്കിളിനാണെങ്കിൽ എത്ര ചെയ്തിട്ട് മതി വരുന്നില്ല. അങ്ങനെ വീട്ടിലെത്തിയ സോങ് ആണെങ്കിലോ ജീൻ ഇങ്ങനെ സോഫയിൽ കൊണ്ട് കിടത്തിയിട്ട് വെള്ളമൊക്കെ കൊടുക്കുകയാണ്. അവൻ ആകെ മടുത്തിരിക്കുകയാണ് ഈ സംഭവത്തിനൊക്കെ ശേഷം. എന്നിട്ട് അവൻ ഇങ്ങനെ സങ്കടത്തോടുകൂടി പറയാണ്, എനിക്കിങ്ങനെ തീ കണ്ടവരെ പേടിയാണ്, ഞാൻ ഭയങ്കര യൂസ്ലെസ് അല്ലേ, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചാൽ അവൻ ആകെ അങ്ങ് സങ്കടപ്പെടുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ അവനിങ്ങനെ മോട്ടീവ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ചെനയാണെങ്കിൽ അടിച്ചു സൈക്കേട്ടായിട്ട് വരിക കേട്ടോ. എന്നിട്ട് അവനിങ്ങനെ സോഫയിൽ ഇരിക്കുമ്പോൾ അമ്മേനെ കണ്ട് പേടിക്കണം. കാരണം അമ്മ ഇങ്ങനെ അവിടെ ഇരിക്കുമെന്ന് അവനൊട്ടും പ്രതീക്ഷയില്ല. കാരണം അത്രയും ലേറ്റ് ആയിട്ട് ആ ഒരു ടൈമിൽ. എന്നിട്ട് ഇവനും പറയണേ, എന്താ അമ്മ ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി ഇരിക്കണേ, അമ്മയ്ക്ക് എന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടും, നീ ഇങ്ങനെ കുടിച്ചൊക്കെ നടന്നോ, ആ ജി കണ്ടില്ല അവനിപ്പോൾ ഒരു പൊസിഷനിലെത്തി, നീ എത്ര കാലമായി അവിടെ ഉണ്ട്, നീ എന്തേലുമൊക്കെ നേടിയോടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ചെറുക്കൻ ഇങ്ങനെ പറയണേ, എനിക്ക് ഇങ്ങനെ നൂഡിൽസ് വേണം ക്ലിയർ സൂപ്പ് ആയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഇങ്ങനത്തെ ചിന്ത മാത്രമുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ ചീത്ത പറയുകയാണ്. എന്നിട്ട് അമ്മ എഴുന്നേറ്റ് വേണം. അപ്പം അമ്മേനോട് അവൻ ചോദിക്കുക, എങ്ങോട്ടാ പോണേന്ന്. നിനക്ക് സൂപ്പ് ഉണ്ടാക്കാനാടാന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ നമ്മുടെ പിള്ളേർ ഓഫീസിലിരുന്ന് അടുത്ത പ്ലാൻ ചെയ്യുകയാണ്. ഇവർക്ക് ഓൾറെഡി ആ ഫയർ ആക്സിഡന്റിലാണെങ്കിൽ ഒരു കഫ് ലിങ്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓരോ വർഷവും ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ ആ ഡോക്യുമെന്റ് എല്ലാതും ഒരു റൂമിലാണ് വെച്ചിരിക്കുന്നത്. അത് പോയി നോക്കുകയാണെങ്കിൽ നമുക്കിത് ആരുടെയാന്ന് കണ്ടെത്താന്ന് പറയുകയാണ്. അങ്ങനെ അവർ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഫോണും അങ്ങനത്തെ സാധനങ്ങളൊന്നും അകത്തേക്ക് കേട്ടില്ല. കാരണം നമ്മുടെ ഓരോ ഡീറ്റെയിൽസ് ചോർന്നു പോകുന്നതുകൊണ്ട്. എന്നിട്ടാണെങ്കിൽ ജി അങ്ങനെയും കേട്ടുന്നില്ല. ആകെ ജീനെ മാത്രമാണ് അങ്ങോട്ട് കയറ്റി വിടുന്നുള്ളൂ. അവൻ എന്നിട്ട് അകത്ത് കയറിയിട്ട് കുറേ നോക്കിയതിന് ശേഷം അവൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഫയൽ കിട്ടുകയാണ്. എന്നിട്ട് അവൻ അതിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ കഫ് ലിങ്ക് ആ വർഷത്തിൽ കിട്ടിയത് ആരാന്ന് മനസ്സിലാകുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ഇനി അങ്കിളാണോ, ചെയർമാനാണോ, അതോ വേറെ കില്ലറാണോ, ഇനി ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. എനിക്കും ഇങ്ങനെ ചിലരൊക്കെ ഡൗട്ട് ഉണ്ട്. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും കമൻ്റൊക്കെ ചെയ്ത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അടുത്ത എപ്പിസോഡുമായി കാണാം. ബൈ.